21 ഇന്റർനാഷണൽ യോഗ ഡേ ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് മുതൽ തന്നെ ചെയ്തു തുടങ്ങുക. കാരണം എന്തുകൊണ്ടാണ് യോഗ അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ചില സമയത്തെങ്കിലും നമുക്ക് ഓവറായിട്ട് ഭയങ്കരമായിട്ട് ആൻസൈറ്റി ഫീൽ ചെയ്യാറുണ്ട് അല്ലേ, അല്ലെങ്കിൽ ഓവർ സ്ട്രെസ് ഫീൽ ചെയ്യാറുണ്ട്, ഓവർ തിങ്കിങ് വരാറുണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് എന്താണ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ദേഷ്യം വരിക, നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരിക, നമ്മുടെ ഇമോഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരിക, അങ്ങനെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് അല്ലേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് അത്രയും പുവർ ആണ് എന്നാണ് നമ്മളതിൽ മനസ്സിലായത്. നമ്മൾ അത്രയും വീക്കാണ്, മെൻ്റലി നമ്മൾ ഭയങ്കര വീക്കാണെന്നാണ് അതിൻ്റെ അർത്ഥം. ഇങ്ങനെ ഒരു മെൻ്റൽ ഹെൽത്ത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ശരിയാക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം എക്സാം വരുമ്പോൾ നമ്മൾ ഓവറായിട്ട് സ്ട്രെസ്ഡ് ആയി നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്നും ഓർമ്മ കിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റില്ല, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മെൻ്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് നമ്മുടെ യോഗ പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും യോഗ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് വേഗം ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി എന്തുകൊണ്ടാണ് നമ്മൾ ജൂൺ 21 ഇങ്ങനെ ഒരു യോഗ ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്? അതിനെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ, അല്ലെങ്കിൽ യോഗ ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? ഫസ്റ്റ് ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ജൂൺ 21 നമ്മൾ എല്ലാ വർഷവും യോഗ ഡേ ആയിട്ട് നമ്മൾ ആചരിച്ചു വരുന്നത്. ആൻഡ് ഇത് ആരാണ് ഇങ്ങനെ ഒരു ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം എന്ന് പറയുന്നത്? നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നരേന്ദ്രമോദിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചത്, ഇങ്ങനെ ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചത് ജൂൺ 21 നമുക്ക് യോഗ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാം എന്നുള്ള ഒരു പ്രപ്പോസൽ വെച്ചു. അത് വെച്ചതിന് ശേഷം 2014 അങ്ങനെ ഒരു പ്രപ്പോസൽ വെച്ച് 2014 യുണൈറ്റഡ് നേഷൻസ് എന്ത് ചെയ്തു, അത് ആക്സെപ്റ്റ് ചെയ്തു. ദെൻ നെക്സ്റ്റ് ഇയർ തൊട്ട് 2015 ജൂൺ 21 തൊട്ടിട്ടാണ് നമ്മൾ ഈ ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. ഇനി എന്തുകൊണ്ടാണ് ജൂൺ 21 നമ്മൾ തിരഞ്ഞെടുത്തത്? ജൂൺ 21 മാത്രം യോഗ ചെയ്താൽ മതി അങ്ങനെയാണോ? ഒരിക്കലുമല്ല. നമ്മുടെ ഒരു വർഷം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ പകൽ സമയം വരുന്ന ദിവസം എന്ന് പറയുന്നത് ജൂൺ 21 ഓക്കെ, അതായത് ആ ഒരു സമയം ഡേ ടൈം വളരെയധികം കൂടുതലാണ്. ഇപ്പോൾ ഒരു 5 മണി 4 മണി 5 മണി 6 മണി ആ ഒരു സമയമായാലും നല്ല വെളിച്ചം ഉണ്ടായിരിക്കും, ഇരുട്ട് പെട്ടെന്ന് അങ്ങനെ വരില്ല, ഡേ ടൈം വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ആ ഒരു ഡേ നമ്മൾ ചൂസ് ചെയ്യാനായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര എനർജി ആയിരിക്കും അല്ലെ, പെട്ടെന്ന് ഇരുട്ടൊന്നും ആവുന്നില്ല, പുറത്തൊക്കെ ഭയങ്കര വെളിച്ചമാണെങ്കിൽ നമുക്ക് ഭയങ്കര എനർജി ആയിരിക്കും. അപ്പോൾ എനർജിയും കാര്യങ്ങളൊക്കെ അന്ന് നമുക്ക് ഉണ്ടായിരിക്കും. ഓരോ വർഷവും നമുക്ക് ഓരോ തീമാണ് വരുന്നത്. ഈ ഒരു വർഷത്തെ നമ്മുടെ യോഗ ഡേയുടെ തീം എന്ന് പറയുന്നത് യോഗ ഫോർ 1 എർത്ത് ആൻഡ് 1 ഹെൽത്ത് എന്നാണ്. അതായത് യോഗ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ട്? ഈ ഒരു ഭൂമിയിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ്, ഒരു ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് നമുക്ക്, അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല, എല്ലാവർക്കും ഒരുപോലെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറയുന്നത് നമ്മുടെ യോഗ എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു വർഷത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യോഗ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് 11ാമത്തെ വാർഷികമാണ്. ഓക്കെ, 11ാമത്തെ വർഷമാണ്. ഇപ്പോൾ 11th ആനിവേഴ്സറി ആണ് ഈ ഒരു വർഷം നമുക്ക് വരുന്നത്. ആൻഡ് യോഗ എന്ന് പറയുന്ന ആ ഒരു വേർഡിന് മീനിങ് എന്ന് പറയുന്നത് ബോഡിയുടെയും മൈൻഡിന്റെയും യൂണിയനാണ്, ഒരുമിപ്പിക്കലാണ്. നമ്മുടെ ശരീരവും അതുപോലെ തന്നെ മനസ്സും. ചില സമയത്ത് നമ്മൾ പറയാറുണ്ടല്ലേ, ഞാൻ മൈൻഡിൽ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല എൻ്റെ ശരീരം റിയാക്ട് ചെയ്യുന്നത് അല്ലേ, രണ്ടും കൺട്രോളിലല്ല. ചില സമയം നമ്മൾ പറയല്ലേ, എൻ്റെ മൈൻഡ് എന്നെ കൺട്രോളിലല്ല. അപ്പോൾ ആ ഒരു കൺട്രോളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ യോഗ പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ, എങ്കിലാണ് നമുക്ക് അതെല്ലാം തന്നെ ഒരുമിച്ച് യൂണൈറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇനി യോഗയുടെ മെയിൻ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഫ്ലെക്സിബിലിറ്റി വരും. യോഗ ചെയ്യുന്നവരൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ നിങ്ങൾ, ഭയങ്കര ഫ്ലെക്സിബിൾ ആവും, ഒരുപാട് പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും, നമ്മുടെ സ്ട്രെസ്സും ആൻസൈറ്റി ഒക്കെ കുറയ്ക്കാൻ പറ്റും, നമ്മുടെ മെൻ്റൽ അതേപോലെ തന്നെ മെൻ്റൽ ഹെൽത്ത് ആയാലും മെൻ്റൽ ക്ലാരിറ്റി, കോൺസെൻട്രേഷൻ, ഈ കാര്യങ്ങളൊക്കെ കൂടി നമ്മുടെ ഇമ്മ്യൂണിറ്റി ലെവൽ കൂടി നമ്മുടെ എനർജി മാറ്റം വരും. അപ്പം നിങ്ങളൊരു യോഗ എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങളൊരു 2 ആഴ്ച പ്രാക്ടീസ് ചെയ്താൽ തന്നെ അതിൻ്റെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാൻ തുടങ്ങും. ഇനി ആസ് എ സ്റ്റുഡൻറ്റ് നിങ്ങൾക്ക് ഈ ഒരു പ്രായത്തിൽ ഇപ്പം തന്നെ പോയിട്ട് ജിമ്മൊന്നും വെയിറ്റ് ഒന്നും എടുക്കാൻ പറ്റില്ല, പക്ഷെ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് യോഗ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റുഡൻസിനാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫോക്കസ് കൂട്ടാനും അതുപോലെ തന്നെ എക്സാം ടൈമിൽ ഉണ്ടാകുന്ന സ്ട്രെസ് മാനേജ് ചെയ്യാനും ഒരു സെൽഫ് ഡിസിപ്ലിനും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും അങ്ങനെ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു റുട്ടീൻ നിങ്ങൾക്ക് ഫോളോ ചെയ്യാനായിട്ട് ഈ ഒരു യോഗ വഴി ഹെൽപ്പ് ചെയ്യും. അപ്പം നിങ്ങൾ ആലോചിക്കുക, യോഗയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഡെയിലി നിങ്ങൾ രാവിലെ എണീക്കുക, കുറച്ച് സമയം പോയിട്ട് എന്ത് ചെയ്യുക, അത്യാവശ്യം സൂര്യപ്രകാശമൊക്കെ കിട്ടുന്ന ഒരു സ്ഥലത്ത് പോരുന്ന ഒരു മാറ്റൊക്കെ വിരിച്ച് ജസ്റ്റ് നിങ്ങളൊന്ന് മൈൻഡ് ഒന്ന് കണ്ണൊക്കെ ഒന്ന് അടച്ച് ഒരു 5 മിനിറ്റ് ഒക്കെ ഒന്ന് റിലാക്സ് ചെയ്യുക, ഇൻഹെയിൽ ചെയ്യുക, എക്സെയിൽ ചെയ്യുക, നമ്മൾ അതിനെ ഫീൽ ചെയ്യുക, നമ്മൾ ഈ ബ്രീത്ത് ചെയ്യുന്നതിനെ നമ്മൾ ഫീൽ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്കൊരു സ്വന്തമായിട്ട് നമുക്കൊരു ഹാർട്ട് റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞ് നമുക്കിതൊരു റിലാക്സ് ആയ ഒരു കാം ആയിട്ടുള്ള ഒരു ഫീലൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ബിസി വേൾഡിൽ യോഗ എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് വേണ്ടിയിട്ട് യോഗ ചെയ്യുന്ന മറ്റൊരാളെ കാണിക്കാനോ മറ്റാൾക്കാർക്ക് വേണ്ടിയിട്ടോ അല്ല, നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടാണ്, നമ്മളെ തന്നെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ മൈൻഡ് കൂളാവാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ഒരു ബാലൻസിന് വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം ആലോചിക്കുക. ഇനി പ്രൈം മിനിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ യോഗ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു എക്സസൈസ് മാത്രമല്ല, എന്തിനും കൂടി വേണ്ടിയിട്ടാണ്, നമ്മളെ തന്നെ നമ്മൾ കണ്ടെത്തുക.
അല്ലേ, നമ്മുടെ ബോഡി നമ്മുടെ മൈൻഡ് ഈ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്തുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ കണ്ടെത്തുക, നമ്മുടെ നാച്ചുറലിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങുക, കുറച്ചും കൂടി എന്താണ് ഒരു വണ്ണസ് നമുക്ക് ഫീൽ ചെയ്യുക. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ യോഗ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ എല്ലാവരും ദിവസവും ഒരു 20 മിനിറ്റ്സ് എങ്കിലും യോഗയ്ക്ക് വേണ്ടി മാറ്റി വയ്ക്കുക. അത്രയാണ് മിസ്സിന് പറയാനുള്ളത്. നിങ്ങൾക്ക് അത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റും. അതൊരാൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമല്ല, നിങ്ങളത് ഫീൽ ചെയ്ത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി യോഗ ഡേ.